മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്നായ ദാസനും വിജയനും വേർപിരിയുന്നു. നടൻ ശ്രീനിവാസന്റെ വിയോഗത്തിൽ അതിവൈകാരികമായി പ്രതികരിച്ച നടൻ മോഹൻലാൽ രംഗത്തെത്തി. തങ്ങൾക്കിടയിൽ സൗഹൃദത്തിനപ്പുറം വലിയൊരു വൈകാരിക ബന്ധം ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ശ്രീനിവാസന്റെ വിയോഗ വാർത്തയറിഞ്ഞ് വിറയ്ക്കുന്ന ശബ്ദത്തോടെയാണ് മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ശ്രീനിയെക്കുറിച്ച് പറയാൻ തനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലെന്നും അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരുമായ ഓരോ മലയാളിയും ഇന്ന് ഒരുപോലെ വിഷമത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാവിലെ ഡയാലിസിസിനായി അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ശ്രീനിവാസന് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടത്. തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാവിലെ 8:30 അന്ത്യമെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ശ്രീനിവാസൻ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തെ കാണാനായി താൻ അമൃത ആശുപത്രിയിൽ പോയിരുന്ന കാര്യം മോഹൻലാൽ ഓർത്തെടുത്തു. എന്നാൽ അന്ന് ഇരുവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ നേരിട്ട് കാണാൻ സാധിച്ചില്ലെന്നത് ഒരു നോവായി ബാക്കിയാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടേത് വെറുമൊരു പ്രൊഫഷണൽ ബന്ധമായിരുന്നില്ല, അതൊരു വലിയ യാത്രയായിരുന്നു. ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളും ഒരുമിച്ച് നടന്ന വഴികളും ഏറെയാണ്, മോഹൻലാൽ പറഞ്ഞു. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ ഈ കൂട്ടുകെട്ട് സൃഷ്ടിച്ച വിസ്മയങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. ശ്രീനിവാസന്റെ സിനിമകൾ വെറുമൊരു വിനോദമായിരുന്നില്ലെന്ന് മോഹൻലാൽ ചൂണ്ടിക്കാട്ടി. പുറമേ തമാശയാണെന്ന് തോന്നുമെങ്കിലും വളരെ ആഴത്തിലുള്ള ആശയങ്ങളും സാമൂഹിക വിമർശനങ്ങളുമാണ് അദ്ദേഹം ഓരോ തിരക്കഥയിലും ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അത് തിരിച്ചറിയാൻ മലയാളികൾക്ക് കഴിഞ്ഞു. താൻ ഭാഗമായിട്ടുള്ളതും അല്ലാത്തതുമായ ശ്രീനിവാസൻ ചിത്രങ്ങളിൽ പലതും കാലം അടയാളപ്പെടുത്തുന്ന കൃതികളാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യനന്ദിക്കാട്, ശ്രീനിവാസൻ, മോഹൻലാൽ ത്രയം മലയാളികൾക്ക് സമ്മാനിച്ച സിനിമകൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത് അതിന്റെ കരുത്തുകൊണ്ടാണ്. 48 വർഷക്കാലം നീണ്ടുനിന്ന സമാനതകളില്ലാത്ത സിനിമാ ജീവിതത്തിനാണ് ഇന്ന് തിരശ്ശീല വീണത്. 200-ലേറെ സിനിമകളിൽ അഭിനയിച്ച ശ്രീനിവാസൻ വെറുമൊരു നടൻ എന്നതിലുപരി മലയാള സിനിമയുടെ ബുദ്ധി കേന്ദ്രമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ നേടിയാണ് ശ്രീനിവാസൻ സിനിമാ മോഹങ്ങളുമായി യാത്ര തുടങ്ങിയത്. സിനിമാ പഠനകാലത്ത് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു എന്നത് സിനിമാ ചരിത്രത്തിലെ കൗതുകകരമായ അധ്യായമാണ്. തുടക്കകാലത്ത് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായാണ് അദ്ദേഹം കരിയർ ആരംഭിച്ചത്. പിന്നീട് 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നടനായി അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് മലയാള സിനിമയുടെ ഗതി മാറ്റിയ പല തീരുമാനങ്ങൾക്കും അദ്ദേഹം സാക്ഷിയായി. 1984 ഓടരുത് അമ്മാവ, ആളറിയാമെന്ന സിനിമയിലൂടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ അദ്ദേഹം വരവറിയിച്ചു. ഇതോടെയാണ് മലയാള സിനിമയിൽ ശ്രീനിവാസൻ ശൈലി രൂപപ്പെടുന്നത്. പച്ചയായ മനുഷ്യരുടെ പരിമിതികളെ അദ്ദേഹം നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ചു. ദാസൻ, വിജയൻ തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ മലയാളിയുടെ തൊഴിലില്ലായ്മയും നിസ്സഹായാവസ്ഥയും അദ്ദേഹം ചിരിയായി മാറ്റി. നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം തുടങ്ങിയ സിനിമകൾ ഇന്നും ടെലിവിഷൻ സ്ക്രീനുകളിൽ മലയാളിയെ പൊട്ടിച്ചിരിപ്പിക്കുന്നു. സാമൂഹിക വിഷയങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നതിൽ ശ്രീനിവാസന് ഒരു പ്രത്യേക സിദ്ധിയുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലെ ജീർണതയും സാധാരണക്കാരന്റെ കപടതയും അദ്ദേഹം ഒരുപോലെ പരിഹസിച്ചു. സന്ദേശം പോലുള്ള സിനിമകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ അദ്ദേഹം വിജയം കൈവരിച്ചു. അദ്ദേഹം സംവിധാനം ചെയ്ത വടക്ക് നോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ സിനിമകൾ മലയാളിക്ക് മറക്കാനാവാത്ത ദൃശ്യാനുഭവങ്ങളാണ് നൽകിയത്. ശ്രീനിവാസന്റെ വിയോഗം മലയാള സിനിമയിലെ ഒരു യുഗത്തിന്റെ അന്ത്യമാണ് കുറിക്കുന്നത്. താൻ സൃഷ്ടിച്ച കഥാപാത്രങ്ങളിലൂടെയും എഴുതിയ തീക്ഷ്ണമായ വരികളിലൂടെയും അദ്ദേഹം ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞു. കണ്ണൂരിലെ സാധാരണ ഗ്രാമത്തിൽ നിന്നും വന്ന് സിനിമയുടെ ഉന്നതങ്ങളിൽ എത്തിയ അദ്ദേഹത്തിന്റെ ജീവിതം വരും തലമുറയ്ക്ക് പ്രചോദനമാണ്. മലയാള സിനിമയുടെ ആസ്വാദന നിലവാരത്തെ ഉയർത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ശ്രീനിവാസന്റെ വിയോഗ വാർത്തയറിഞ്ഞ് സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തൃപ്പൂണിത്തറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആരാധകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സൃഷ്ടാവും നടനായും മലയാളിയെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ആ പ്രതിഭ ഇനി ഓർമ്മകളിൽ മാത്രം. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കരിയറിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ സമ്മാനിച്ച സുഹൃത്താണ് വിടവാങ്ങുന്നത്. മലയാള സിനിമയ്ക്ക് ഈ നഷ്ടം ഒരിക്കലും നികത്താനാകില്ല. സാധാരണക്കാരന്റെ വേദനകളെ ഇത്രമേൽ സത്യസന്ധമായി ഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ അവതരിപ്പിക്കാൻ ഇനി ഒരാൾ ഉണ്ടാകുമോ എന്നത് സംശയമാണ്. ശ്രീനിവാസന്റെ അന്ത്യകർമ്മങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും മലയാള സിനിമയിൽ സജീവമായി തുടരുമ്പോഴും അച്ഛൻ ഉപേക്ഷിച്ചു പോയ വലിയ ശൂന്യത ബാക്കിയാവുകയാണ്.